ഒരു കുടയും കുഞ്ഞു പെങ്ങളും. അധ്യായം 1. ആകാശം നിറയെ കാർമേഘങ്ങളുണ്ടായിരുന്നു. ഒരു തണുത്ത ചെല്ലക്കാറ്റ് അലസമായി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഗ്രാമപാതയുടെ ഇരുവശങ്ങളിലുമുള്ള വൃക്ഷങ്ങൾ തലയാട്ടി. കള്ളക്കർക്കടക മാസം. ലില്ലി, മഴ വരുന്നു, നീ ആ പെണ്ണിൻ്റെ കൂടെ പൊയ്ക്കോ. മുമ്പേ നടന്നു പോകുന്ന ഗ്രേസിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ബേബി അറിയിച്ചു. ഇച്ചാച്ചനോ? അവൾ ചോദിച്ചു. ഞാൻ ഓടിക്കോളാം. അവൻ ഓട്ടമായി. അപ്പോഴേക്ക് 1, 2, 4 എന്നിങ്ങനെ പെരുകി പെരുകി മഴത്തുള്ളികൾ വീഴുകയായി. സ്ലേറ്റും പുസ്തകവും അടുക്കി പിടിച്ചുകൊണ്ട് ലില്ലി ഓടി. അവളുടെ മുഖത്ത് മഴത്തുള്ളികൾ വീണു. എങ്കിലും പുസ്തകം നനയാതെ മാറോട് അടുക്കി പിടിച്ചു. സ്ലേറ്റിൻ്റെ പുറത്ത് വെള്ളം പുരണ്ടാൽ കുഴപ്പമില്ല. ഗ്രേസി, ഞാൻ കൂടെ, അവൾ സ്നേഹപൂർവ്വം യാചിച്ചു. അവൾ ഗ്രേസിയുടെ കുടക്കീഴെ കയറാൻ ഭാവിച്ചു. പക്ഷേ ആ ധനികകുമാരി മാറിക്കളഞ്ഞു. അവളുടെ ഉടുപ്പ് സിൽക്ക് കൊണ്ടുള്ളതും വെടിപ്പുള്ളതുമായിരുന്നു. ലില്ലിയുടേതോ വില കുറഞ്ഞതും മുഷിഞ്ഞതും. ഗ്രേസി, ലില്ലി യാചിച്ചു. പോ കുട്ടി, ഇപ്പം മനസ്സില്ല, എൻ്റെ കൂടെ കയറ്റത്തില്ല, ഗ്രേസി തീർത്തു പറഞ്ഞു. ലില്ലി പൊട്ടിക്കരഞ്ഞുപോയി. ആ പാവപ്പെട്ട കുഞ്ഞിനോട് മഴയ്ക്ക് കരുണയുണ്ടായില്ല. അത് ശക്തിയായി പെയ്യുകയാണ്. ലില്ലി കരഞ്ഞുകൊണ്ട് മുന്നോട്ടോടി. അവളുടെ കുരുന്നുമുഖത്ത് മഴത്തുള്ളികൾ ചരൽ കല്ലുകൾ പോലെ അടിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ കുഞ്ഞു പാദങ്ങളെ തലോടിക്കൊണ്ട് കലക്കവെള്ളം പാഞ്ഞു. വഴിയിറമ്പിലുള്ള ഒരു പീടികത്തിണ്ണയിൽ അവൾ കയറി നിന്നു. ഉടുപ്പും പുസ്തകവും എല്ലാം നനഞ്ഞു. പുസ്തകം നനഞ്ഞതിലാണ് അവൾക്ക് സങ്കടം. തിണ്ണയുടെ കോണിൽ നിന്ന് അവൾ ഏങ്ങി ഏങ്ങിക്കരഞ്ഞു. കുടയും പിടിച്ചുകൊണ്ട് ഗ്രേസി പോകുന്നത് അവൾ കണ്ടു. തലമുടിയിൽ നിന്നും വീഴുന്ന വെള്ളം അവളുടെ കണ്ണുകളെ മറയ്ക്കുകയും കണ്ണുനീർ തുള്ളികളുമായി ഇടകലരുകയും ചെയ്തു. ചെമന്ന പുള്ളികളുള്ള അവളുടെ ഉടുപ്പ് നനഞ്ഞു കുതിർന്നിരിക്കുന്നു. ശരീരം തണുത്തു വിറയ്ക്കുന്നു. പല്ലുകൾ കൂട്ടിത്തല്ലുന്നു. അവൾ സ്ലേറ്റും പുസ്തകവും താഴെ വെച്ചു. ഉടുപ്പിൻ്റെ അരികെ കൂട്ടിപ്പിടിച്ചു പിഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അറ്റത്ത് ശകലം കീറിപ്പോയി. അത്ര കണ്ടു പഴകിയതായിരുന്നു ആ ഉടുപ്പ്. ഒറ്റ ഉടുപ്പേയുള്ളൂ ലിലിക്ക്. വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഉടുക്കാൻ അവൾക്കൊരു കുറിയ മുണ്ടുണ്ട്, ഒരു ചുട്ടിത്തോർത്ത്. അവൾക്കും അവളുടെ ഇച്ചാച്ചനായ ബേബിക്കും മാതാപിതാക്കന്മാരില്ല. കൂലിപ്പണിക്കാരനായിരുന്ന അവരുടെ അപ്പൻ മരിച്ചിട്ട് 3 കൊല്ലമായി. അമ്മ മരിച്ചിട്ട് 1.5 കൊല്ലവും. അവരിപ്പോൾ പേരമ്മയുടെ കൂടെയാണ് താമസം. അമ്മയുടെ ജ്യേഷ്ഠത്തി, പതിഞ്ഞ മൂക്കും തടിച്ചു കറുത്ത ശരീരവുമുള്ള മാമിത്തളയെ എല്ലാവരും അറിയും. കൈ അറുത്തുകൊണ്ട് ചെന്നാൽ ഉപ്പ് തേക്കാത്ത പ്രകൃതക്കാരിയാണ് ആ പേരമ്മ. 50 വയസ്സ് വരും. വിധവയാണ്. ഒരു മകനുണ്ട്. അവൻ പട്ടാളത്തിൽ പോയി. മാസം 20 രൂപ വീതം അയച്ചു കൊടുക്കും. സ്വന്തം സ്ഥലമില്ല. പൂമംഗലത്തുകാരുടെ വക സ്ഥലത്താണ് താമസം. ഒരു കൂനാച്ചിപ്പുരയിൽ. ആ പുരയുടെ തെക്ക് വശത്തുള്ള ബംഗ്ലാവാണ് പൂമംഗലത്ത് വീട്. പകലൊക്കെയും മാമിത്തള്ളയ്ക്ക് പൂമംഗലത്തെ അടുക്കളയിൽ പണിയുണ്ട്. അവിടെ കൊണ്ടാണ് ആ സ്ത്രീ ചെലവ് കഴിക്കുന്നത്. മകൻ അയച്ചു കൊടുക്കുന്ന രൂപയൊക്കെയും അവർ ബാങ്കിൽ നിക്ഷേപിക്കുകയായിരുന്നു. അങ്ങനെയിരിക്കെയാണ് ബാങ്ക് തകർന്നത്. അതോടുകൂടി മാമിത്തള്ളയ്ക്ക് ഭ്രാന്തിൻ്റെ ലക്ഷണമുണ്ടായി. അനിയത്തിയുടെ മക്കളോടാണ് അവരിപ്പോൾ അരിശം തീർക്കുന്നത്. ആ അനാഥ കുഞ്ഞുങ്ങൾ ആ രാക്ഷസയുടെ തല്ലുകൊള്ളാത്ത ദിവസങ്ങൾ ഇല്ലെന്നായി. അവർ പള്ളിക്കൂടത്തിൽ പോകുന്നത് തന്നെ ആ ദുഷ്ടയ്ക്ക് വെറുപ്പാണ്. വെള്ളം കോരുക, തുണി അലക്കുക, അടുക്കളപ്പണി ചെയ്യുക എല്ലാം ആ കൊച്ചുങ്ങൾ തന്നെ ചെയ്യണമെന്നാണ് ചട്ടം. ബേബിക്ക് 11 വയസ്സായി. അവൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 8 വയസ്സുള്ള ലില്ലി 2ാം ക്ലാസ്സിലും. ഗ്രാമത്തിലെ പള്ളിക്കൂടത്തിൽ ഇത്ര കണ്ട് ദരിദ്രരായ കുട്ടികൾ വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഓ, പള്ളിക്കൂടത്തിലെ 2ാം മണിയും അടിച്ചു കഴിഞ്ഞു. മഴ തുള്ളിയിട്ടു. തോർന്നിട്ടില്ല. തണുത്ത കാറ്റ് ഊതിക്കൊണ്ടേയിരിക്കുന്നു. താമസിച്ചു ചെന്നാൽ ടീച്ചർ വഴക്ക് പറയും, തല്ലും. പുസ്തകവും സ്ലേറ്റും എടുത്ത് അടുക്കി പിടിച്ചുകൊണ്ട് അവൾ മഴയത്തുകൂടി ഓടി. കാലു തെറ്റി വീണു. ഉടുപ്പിൽ ചെളി പുരണ്ടു. അത് കുറേ കൂടെ കീഴുകയും ചെയ്തു. മുട്ടുരഞ്ഞു. തൊലി പൊട്ടി. ചോര വന്നു. എങ്കിലും അവൾ വേദന അറിഞ്ഞില്ല. പുസ്തകത്തിൻ്റെ ഒരു താൾ കീറിപ്പോയി. സ്ലേറ്റിൻ്റെ ഒരു മൂല പൊട്ടി. അവൾ മഴയത്തു നിന്ന് കരഞ്ഞു. അവൾ ക്ലാസ് മുറിയുടെ വാതിൽക്കലെത്തിയപ്പോൾ കുട്ടികൾ പൊട്ടിച്ചിരിച്ചു. ചൂരൽ വടി കൊണ്ട് ടീച്ചർ മേശപ്പുറത്തടിച്ചു. അപ്പോൾ കുട്ടികൾ നിശബ്ദരായി. എന്തിനാ കുട്ടി ഈ മഴയത്ത് വന്നത്? കുടയിലായിരുന്നോ? ഇല്ല, ലില്ലി ഒരു കൈകൊണ്ട് കണ്ണു തുറച്ചു കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പോയി വരാന്തയിൽ നിൽക്കൂ, ക്ലാസ് മുറി വൃത്തികേടാക്കാതെ. ടീച്ചർ ചൂരൽ വടി ചൂണ്ടി അവളെ വരാന്തയിലേക്ക് മാറ്റി നിർത്തി. പൂമംഗലത്തെ ഗ്രേസി അടക്കിച്ചിരിക്കുന്നത് ലില്ലി കണ്ടു. അവളുടെ ഹൃദയം നീറി. മഴ ശമിച്ചെങ്കിലും അവളുടെ കുഞ്ഞു കണ്ണുകൾ കണ്ണുനീർ പെയ്തുകൊണ്ടേയിരുന്നു.